ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കപ്പ ബിരിയാണി വേവിച്ചാലോ? അപ്പം ഞാൻ ആദ്യമേ പറയുന്നു, ഞാനൊരു പുതിയതായിട്ട് വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോയ്ക്കകത്ത് പല പോരായ്മകളും കാണും. അപ്പം സദയം ക്ഷമിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണം. അപ്പം നമ്മൾ കപ്പ ബിരിയാണിക്ക് കപ്പ എടുത്തിട്ടുണ്ട്. കറിക്ക് എല്ല് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ല് കറിക്കാണ് സബോളയും വെളുത്തുള്ളി ഇഞ്ചി എടുത്തേക്കുന്നത്. ഇതിപ്പം നമ്മൾ കുക്കറിൽ ആദ്യം കണ്ട പോലെ കുക്കറിൻ്റെ അടി ഇങ്ങനെ ലേശം എണ്ണ പുരട്ടി വെക്കുന്നുണ്ട്. കാരണം കഴുകിക്കളയാനുള്ള എളുപ്പത്തിനും കരി അധികം പിടിക്കാതിരിക്കാനുമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴുകി വാരി വെച്ച് എല്ല് നമ്മൾ കുക്കറിലേക്ക് ഇട്ടു. അരിഞ്ഞ് വെച്ച സബോള, ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചട്ടിയിലോട്ട് ലേശം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ജീരകപ്പൊടിയും പെരിഞ്ചീരപ്പൊടിയും ഏലക്കപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തൊരു മിശ്രിതമാണ്. അപ്പം അത് നമ്മൾ ഇതിനകത്തോട്ട് നല്ലതായിട്ട് ഇളക്കി നല്ലതായിട്ട് യോജിപ്പിക്കണം. അതിനുശേഷം ഇത് നമ്മൾ അടച്ച് വെച്ച് അടുപ്പയിലാണ് വേവിക്കുന്നത്. കാരണം ഗ്യാസിൻ്റെ പരിമിതി കാരണം അടുപ്പയിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും അടുപ്പിൽ തന്നെയാണ് മിക്കതും വെക്കുന്നത്. അപ്പോൾ കുക്കർ അടുപ്പിൽ നിന്ന് ഒരു 5 വിസിലോളം അടിച്ച് ഞാനതിനെ മാറ്റി വെച്ചിട്ട് കപ്പ വെള്ളം ഒഴിച്ച് അടുപ്പിലോട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം ഈ സമയം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജിബി. ഞാനൊരു പുതിയൊരു ചാനൽ തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മളിത് എല്ല് തുറന്ന് നോക്കിയപ്പം വേവ് ഇച്ചിരി കുറവാണ്. നമ്മൾ പിന്നെ അതിനെ അടച്ചു വെച്ചു. അപ്പം പിന്നെ കപ്പ വേവിച്ചിട്ട് പിന്നെ നമ്മൾ എല്ല് ഒന്നുകൂടെ വെക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ കപ്പയ്ക്ക് വേണ്ട ചേരുവകളാണ് എടുക്കുന്നത്. കൊച്ചുള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, ജീരകമുണ്ട്, തേങ്ങയുണ്ട്. അപ്പോൾ അതൊരു ചതച്ച് വെച്ചിട്ട് അതിലേക്ക് ലേശം കരിയാപ്പിലയും ഉപ്പൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിനിപ്പം കപ്പ വെന്തോ നോക്കിയിട്ട് കപ്പ ഊറ്റി അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് ലേശം വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ തന്നെ അപ്പോൾ നമ്മൾ അരപ്പ് ഒഴിച്ച് ചേർത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് തത്തിപ്പത്തി വെക്കുന്നുണ്ട്. അരപ്പ് വെന്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇളക്കി നോക്കുന്നുണ്ട്. വെള്ളമുണ്ടോ ഇല്ലയോ നോക്കി വെച്ച് കപ്പ നമ്മൾ കുഴച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞ് ആ സമയം നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 2 വിസിലൂടെ അടുപ്പിച്ചതിന് ശേഷം നോക്കിയപ്പോൾ നന്നായിട്ട് ബീഫും വെന്തിട്ടുണ്ട്. ഞങ്ങളുടെ വെച്ചാൽ എൻ്റെ വീട്ടിൽ ഈ രീതിയിലാണ് ഞങ്ങൾ വെക്കുന്നത്. പലരും പല രീതിയിലാണ് വെക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നിടം വരെ അപ്പം ടാറ്റ, ബൈ ബൈ.